ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട വെച്ചൊരു ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അത് ക്യാരറ്റ്, സവോള, ക്യാബേജ്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ എനിക്ക് പണി പാളിയ ഒരു ഡേ ആയിരുന്നു ഇന്ന്. ഞാനിത് ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് മിക്സിയിലിട്ടിട്ടത്. പൊടിക്കുന്ന ജാറിലോട്ടാണ് ഇട്ടത്. പക്ഷേ എനിക്ക് അരഞ്ഞങ്ങ് പോയി. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഒന്നീ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അധികം അങ്ങ് അരഞ്ഞു പോകണ്ട. പക്ഷേ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ടിപ്പോൾ അതിലേക്ക് അല്പം കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട്, മൈദാമാവ് ആഡ് ചെയ്തിട്ടുണ്ട്, അല്പം അരിപ്പൊടി, പിന്നെ മുളക് പൊടി, കായം ചേർത്തു, പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് മുട്ട നമ്മൾ ഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇവിടെ ഐറ്റം കുറച്ച് അരഞ്ഞു പോയി. എന്നിട്ട് ഞാനതൊരു മുട്ട ബജിയുടെയൊക്കെ പോലെ പരുവത്തിന് ഉരുട്ടി തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുത്തു. പുറമേ നല്ല ക്രിപ്സി ആയിട്ടും അകം നല്ല ജ്യൂസി ആയിട്ടും. കാരണം എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് കൃഷി ചെയ്തിടുകയാണെങ്കിൽ അകവും നല്ല സൂപ്പറായിട്ട് കിട്ടും. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു. ടൊമാറ്റോ സോസിനോട് ഒപ്പമൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 4 മുട്ട കൊണ്ട് ഇത്രയധികം പലഹാരം നമ്മൾ ഉണ്ടാക്കിയില്ലേ, കുറച്ച് വെജിറ്റബിൾസും. അപ്പോൾ എണ്ണയൊന്നും കുടിക്കത്തില്ല, നല്ല ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഒപ്പം കഴിച്ചപ്പോൾ അടിപൊളി ഐറ്റമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. നല്ല എന്താ പറയുക, നഗ്ഗറ്റ്സിൻ്റെയൊക്കെ പോലെ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.